നമസ്കാരം. ഏകാധിപതിക്ക് അടിതെറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഉദാഹരണങ്ങൾ ഓരോ ദിവസവും നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 7 വർഷത്തിലധികമായി കേരളത്തെ ഇങ്ങനെ ഭരിച്ച് ജനങ്ങൾക്ക് തോഴനായി മാറുന്നു എന്നുള്ള തരത്തിൽ പ്രചാരണം നടത്തി മുന്നോട്ട് പോകുന്ന പിണറായി വിജയനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ പിണറായി വിജയൻ ഏകാധിപതിയാണ് എന്ന് പ്രതിപക്ഷം മാത്രമല്ല, ഭരണപക്ഷത്തുള്ളവർ പോലും പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ ഒന്നാം പിണറായി സർക്കാരിനെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ് ഉലച്ചത് എങ്കിൽ രണ്ടാം പിണറായി സർക്കാരിനെ ആടി ഉലച്ച സംഭവമെന്ന് പറയപ്പെടുന്നത് മാസപ്പടി വിവാദമായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ഇതാ ഇപ്പോൾ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെ വരെ കേന്ദ്ര അന്വേഷണം എത്തുന്നു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നു. കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്രമക്കേടുകളും അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം പുതിയൊരു ഉത്തരവിട്ടിരിക്കുകയാണ്. വീണ വിജയൻ്റെ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായിട്ടുള്ള CMRLുമായി വളരെ വലിയ അനധികൃതമായിട്ടുള്ള ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ബംഗളൂരു കൊച്ചി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് എന്ന് പറയാം. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസും കൊച്ചി രജിസ്ട്രാർ ഓഫ് കമ്പനീസും നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിലാണ് വലിയ ക്രമക്കേടുകൾ നടന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നൽകിയ വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ, ആ പൊരുത്തക്കേടുകൾ വച്ചുകൊണ്ട് തന്നെയാണ് കൊച്ചി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തലുകൾ നടത്തി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് കേന്ദ്രം. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി ഇവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേരും. 4 മാസത്തിനകം അന്വേഷണം നടത്തിയ റിപ്പോർട്ട് കൃത്യമായി സമർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് സാരം. ഈ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ കമ്പനിക്കെതിരെ കൂടുതൽ അന്വേഷണത്തിലേക്ക് മന്ത്രാലയം കടക്കുകയും ചെയ്യും. ഒപ്പം KSIDCയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നമുക്കറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്നതാണ്. ആ ഉത്തരവിട്ടത് കമ്പനിയുടെ പ്രവർത്തനമെന്ന് പറയപ്പെടുന്നത് ദുരൂഹമായതിനാണ് എന്ന് പറയേണ്ടി വരുന്നു. കമ്പനിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അതിപ്പോഴും ദുരൂഹമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഇപ്പോൾ പുതിയ ഉത്തരവ് നൽകിയിരിക്കുന്നത്, നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിന് കൃത്യമായ മറുപടി നൽകാത്തത് കൊണ്ടുമാണ് വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം അതിലേക്ക് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നീങ്ങുന്നത് എന്ന് പറയേണ്ടി വരും. ഈ വിഷയത്തെ വേണമെങ്കിൽ വർഗീയത അടക്കം പറഞ്ഞ് മുഖ്യമന്ത്രി പലപ്പോഴും പ്രതിരോധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം അദ്ദേഹം അങ്ങനെയാണല്ലോ, പലതരത്തിലുള്ള പ്രകടനങ്ങൾ നടത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള പ്രവൃത്തികൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്. സ്വന്തം കൺമുന്നിൽ കാണുന്ന കാഴ്ച പോലും കണ്ടില്ല എന്ന് നുണ പറയുന്ന തരത്തിലേക്ക് പെരുങ്കള്ളനായി മാറുന്ന പിണറായി വിജയനെയാണ് 2023 നമ്മൾ കണ്ടത്. ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് അധിക ദൂരം ഓടിയെത്തേണ്ട ആവശ്യമില്ല രണ്ടാം പിണറായി സർക്കാരിലേക്ക്. ആ രണ്ടാം പിണറായി സർക്കാരിനുള്ളിൽ അഴിമതിയുടെ കൂത്തരങ്ങായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയേണ്ടി വരുന്നു. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് KSIDCക്കെതിരായിട്ടുള്ള അന്വേഷണം വരുന്നുണ്ട്. ആ വരുന്ന അന്വേഷണവും ഗുരുതരമായിട്ടുള്ള അന്വേഷണമാണ്. CMRLുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഇടപാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞത് അത്തരത്തിലുള്ള കോടികളുടെ ഇടപാടാണ്. KSIDCക്കെതിരെ അന്വേഷണത്തിൽ മന്ത്രി P രാജീവ് മറുപടി പറയണം എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. ക്രമക്കേടുകൾക്ക് വ്യവസായ വകുപ്പ് കൂട്ടുനിന്നതായാണ് ഇപ്പോൾ സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കരിമണൽ കമ്പനിക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുവാൻ വ്യവസായ വകുപ്പ് കൂട്ടുനിന്നോ? ആ ചോദ്യത്തിന് മന്ത്രി മറുപടി പറഞ്ഞേ മതിയാകൂ. കമ്പനിയുടെ പ്രവർത്തനം ഇപ്പോഴും ഗുരുതരമായി തുടരുന്നതിനാലാണ് അന്വേഷണത്തിലേക്ക് നീങ്ങിയത് എന്നുള്ള കാര്യം വസ്തുതയാണ്. ഈ വിഷയത്തിൽ CPM മറുപടി പറയണം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ CPM സെക്രട്ടേറിയറ്റാണ് പ്രതിരോധം തീർത്തത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പ്രതിരോധം തീർത്തവർ മറുപടി പറയേണ്ടതല്ലേ? കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തിൽ അമിതാവേശമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഈ അന്വേഷണത്തിൽ കൂടുതൽ വിവരം വരുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ് എന്ന് പറയേണ്ടി വരും. ആത്യന്തികമായി കോടതിയിലാണ് വിശ്വാസം. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും
എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതും കോടതിയെ മാനിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നു. എന്നാൽ ആ കോടതിയിൽ നിന്ന് നീതി ലഭിക്കേണ്ടി വരുന്നത് നമ്മുടെ ജനങ്ങൾക്കാണ് എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല. കോടികളുടെ അഴിമതി അത് ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായി തരം താഴേണ്ടതല്ല CPM എന്നുകൂടി പറയട്ടെ. എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ വെറുതെ വർഗീയതയുടെ പേര് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാമ്പത്തിക പരാതികളിൽ അന്വേഷണം വേണമെന്നുള്ള വിലയിരുത്തലിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3 അംഗ സംഘമാണ് ഇതിൻ്റെ അന്വേഷണം നടത്തുക. 4 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണ വിജയൻ എന്ന് പറയപ്പെടുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ 3 വർഷത്തിനിടെ ഏകദേശം 1.72 കോടി രൂപ ലഭിച്ചെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയൊരു അന്വേഷണം വന്നിരിക്കുന്നത്. വീണയുടെ കമ്പനി നിരവധി തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തി എന്നുള്ളത് ആ ഉത്തരവിൽ പറയുന്നുണ്ട്. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, കൂടാതെ പോണ്ടിച്ചേരിയിലെ ROC, ഒപ്പം തന്നെ ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ, ഇവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്, അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ഈ അന്വേഷണ ഏജൻസികൾ വളരെ കൃത്യമായി കണ്ടെത്തലുകൾ നടത്തി വീണ വിജയനിലേക്ക് എത്തപ്പെടുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഈ 3 സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വളരെ കൃത്യമായി വിശദമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് എല്ലാവരെയും കൊണ്ടുവന്ന് ഈ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് നമ്മൾ കണ്ടറിയണമെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അതൊക്കെ ചില പ്രതിപക്ഷ നേതാക്കൾ പറയുന്ന വാചകങ്ങളാണ്. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടക്കുക തന്നെ ചെയ്യും. അത് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ എത്രമാത്രം മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത് കോൺഗ്രസിന് മാത്രമായിരിക്കും. മറ്റൊരു പാർട്ടിക്കും അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല. ഇപ്പോഴത്തെ നടപടി ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തുവാനുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ മാത്രമാണ് എന്ന് കോൺഗ്രസ് പറയുമ്പോഴും CPM ഭയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. CPMൻ്റെ ആ ഭയം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ വൈറലായതാണ്. അതിൻ്റെ പിന്നിലെ രഹസ്യമെന്താണെന്ന് ഇനി അറിയുകയും വേണം. എന്തായാലും കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതോടുകൂടി ഈ മാസപ്പടി വിവാദം എന്നുള്ളത് കത്തി നിൽക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 1ാം പിണറായി സർക്കാരിനെ പിടിച്ചുലച്ച സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? 1ാം പിണറായി സർക്കാരിനെ പിടിച്ചുലച്ച സംഭവം എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണെങ്കിൽ 2ാം പിണറായി സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നത് സ്വന്തം മകളുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന മാസപ്പടി വിവാദമാണ്. അതിൽ നിന്ന് പിണറായി വിജയൻ ഊരിപ്പോകാൻ കഴിയില്ല. പക്ഷേ ഇവിടെ കേരളത്തിൽ പാർട്ടിയും മന്ത്രിയും സർക്കാരുമെല്ലാം പിണറായി വിജയൻ മാത്രമായതുകൊണ്ട് ഇവിടെ താൽക്കാലികമായി അദ്ദേഹത്തിന് രക്ഷപ്പെടാം. പക്ഷേ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുൻപിൽ തലകുനിച്ച് സത്യം പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ പിണറായി വിജയൻ രാജാവല്ല, വെറും പ്രജ മാത്രമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സത്യമായി പറയുക തന്നെ വേണം ശ്രീ പിണറായി വിജയനും വീണയും.